നമ്മൾ എടുക്കേണ്ട റൂബ്രിക് എന്ന് പറഞ്ഞെങ്കിൽ റക്റ്റത്തിൽ അബ്സസ് ജസ്റ്റ് ബിലോ ദ കോക്കിക്സ്, അല്ലെങ്കിൽ അതിന്റെ സബ് റൂബ്രിക് അബ്സസ് പെരിനിയം. രണ്ട് സബ് റൂബ്രിക് ആണ് റക്റ്റത്തിന്റെ ആബ്സസിന് താഴെയുള്ളത്. ഒന്ന് ജസ്റ്റ് ബിലോ ദ കോക്കിക്സും രണ്ടാമത് പെരിനിയം. ഈ രണ്ട് റൂബ്രിക്കിന്റെയും ഇത് വരുന്നത് റക്റ്റത്തിലാണ്. അപ്പോൾ നമ്മൾ കോക്കിക്സ് എന്ന് കണ്ടതുകൊണ്ട് ബാക്കിലോട്ട് പോകരുത്. റക്റ്റത്തിലാണ് ആബ്സസ് ജസ്റ്റ് ബിലോ കോക്കിക്സ് എന്നുള്ള റൂബ്രിക് ഉള്ളത്. അപ്പോൾ രണ്ട് കോക്കിക്സിന്റെ റൂബ്രിക് നമ്മൾ പഠിച്ചു. ഒന്ന് പ്ലഗ് സെൻസേഷൻ ആസ് എ വെഡ്ജ് ബിറ്റ്വീൻ പ്യൂബിസ് ആൻഡ് കോക്കിക്സ് ഇറ്റ്സ് അലോസ്. ദെൻ abscess just below coccyx എന്നുള്ളത് again it is in the rectum chapter. rectum abscess just below the coccyx എന്നുള്ളതാണ് ഒരു റൂബ്രിക്. ദെൻ പെരിനിയം ആണ് അനദർ സബ് റൂബ്രിക്. ഓക്കെ. പിന്നെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന വേംസിന്റെ ഇത് പറഞ്ഞാൽ ഒന്ന് അസ്കറൈഡ്സ് വേംസ് ഉണ്ട്, ദെൻ ലംബ്രിക്കോയിഡ്സ് ഉണ്ട്, ടീനിയ ഉണ്ട്. ഒന്ന് റക്റ്റം വേംസ് അസ്കറൈഡ്സ്, റക്റ്റം വേം ലംബ്രിക്കോയിഡ്സ്, റക്റ്റം വേം ടീനിയ. ഈ മൂന്ന് വേംസിനെ പറ്റിയിട്ടാണ് കെൻഡിൽ പറഞ്ഞിട്ടുള്ളത്. ബാക്കി ഏതൊക്കെ റിപ്പോർട്ടിൽ ഏതൊക്കെ വേംസ് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? TPB എങ്ങനെ വേംസ് എവിടെ കിട്ടുക? Where we get worms in the TPB, therapeutic pocket book? Stool is very good. Stool എന്നുള്ള ചാപ്റ്ററിലാണ് കിട്ടുക. ഏതൊക്കെ വേംസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്? പിൻവേം എന്നുള്ള പേർഡ് അവിടെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ അവിടെ പറയുന്നത് റൗണ്ട് വേം ഉണ്ട്, ടേപ്പ് വേം ഉണ്ട്, ത്രെഡ് വേം ഉണ്ട്. അല്ലേ? റൗണ്ട് വേം, ടേപ്പ് വേം, ത്രെഡ് വേം, ഇങ്ങനെ മൂന്നെണ്ണമാണ് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. റൗണ്ട് വേം, ടേപ്പ് വേം, ത്രെഡ് വേം, ഇങ്ങനെ മൂന്നെണ്ണമാണ് TPBയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചാപ്റ്റർ മാറിപ്പോവരുത്. നമുക്ക് കെൻഡിലാണ് റക്റ്റം എന്നുള്ള ചാപ്റ്ററിൽ, TPBയിലും BBCRലും സ്റ്റൂളിലാണ് നമുക്ക് എന്ത് കിട്ടുക? വേംസ് കിട്ടുക. പിന്നെ BBCRൽ ഏതൊക്കെ വേംസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്? BBCRലാണ് പിൻവേം എന്ന് എടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ BBCRൽ സ്റ്റൂളിൽ വേംസ്, ലംബ്രിക്കോയിഡ്സ് പറയുന്നുണ്ട്, പിൻവേംസ് പറയുന്നുണ്ട്, ടേപ്പ് വേം പറയുന്നുണ്ട്. ലംബ്രിക്കോയിഡ്സ്, പിൻവേം, ടേപ്പ് വേം. ലംബ്രിക്കോയിഡ്സ്, പിൻവേം, ടേപ്പ് വേം. ഓക്കെ. പിന്നെ ഹെമറോയിഡ്സ് എവിടെയുള്ളത് TPBയിൽ? സ്റ്റൂളിൽ അല്ലേ? പിന്നെ അതുപോലെ തന്നെ റക്റ്റം എന്നുള്ളതും പെരിനിയം എന്നുള്ളതും ഒക്കെ എവിടെയാണ്? സ്റ്റൂളിലാണ് അല്ലേ? BBCRലാണെങ്കിലോ ഹെമറോയിഡ്സ് എവിടെ കിട്ടുക? ഹെമറോയിഡ്സ് കെൻഡിൽ നമുക്ക് റക്റ്റത്തിൽ കിട്ടും, TPBയിൽ നമുക്ക് സ്റ്റൂളിൽ കിട്ടും ഹെമറോയിഡ്സ്. ദെൻ വേർ വി ഗെറ്റ് BBCR? ചാപ്റ്റർ ഓർക്കുന്നുണ്ടോ? ആനസ് ആൻഡ് റക്റ്റം എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലേ BBCRൽ? ആനസ് ആൻഡ് റക്റ്റം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ BBCRലുണ്ട്. ആ ചാപ്റ്ററിലാണ് നമുക്ക് എന്ത് കിട്ടുക? ഹെമറോയിഡ്സ് എന്ന് പറയുന്ന റൂബ്രിക് കിട്ടുക കേട്ടോ. ഹെമറോയിഡ്സ് എന്ന് പറഞ്ഞ റൂബ്രിക് BBCRൽ ആനസ് ആൻഡ് റക്റ്റം എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ സെപ്പറേറ്റ് ഉണ്ട്. അവിടെയാണ് നമുക്ക് ഹെമറോയിഡ്സ് കിട്ടുക. പക്ഷെ വേംസ് കിട്ടുന്നത് സ്റ്റൂളിൽ തന്നെയാണ്, അത് ഓർക്കുക കേട്ടോ. ദെൻ സ്റ്റൂൾ ചാപ്റ്റർ എന്ന കെൻഡിലെ സ്റ്റൂൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ സ്റ്റൂളിന്റെ നേച്ചർ മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ക്ലിനിക്കലി യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ റൂബ്രിക്സ് കിട്ടുന്നേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് അത്ര ഒരു സ്റ്റഡി പർപ്പസിൽ അത്ര ഇമ്പോർട്ടൻസ് അല്ല. എന്നാലും സ്റ്റൂൾ നോക്ക്, ഒരുപാട് നല്ല നല്ല റൂബ്രിക്സ് കാണാൻ പറ്റും. സ്റ്റൂള് സ്റ്റേറ്റോറിയൊക്കെ എടുക്കുന്ന റൂബ്രിക്കാണ് സ്റ്റൂൾ ഫാറ്റി ഗ്രീസി. ദെൻ മ്യൂക്കസ് ലൈക്ക് പീസ് ഓഫ് പോപ്ഡ് കോൺ അല്ലെ? നമ്മൾ സിനക്ക് പറയുന്ന സ്റ്റിനന്റെ സ്റ്റൂൾ എപ്പോഴും നമ്മൾ പോപ്ഡ് കോൺ എന്ന് പറയും. അതിന്റെ റൂബ്രിക്ക് മ്യൂക്കസ് എന്നാണ്. പോപ്ഡ് കോൺ നല്ല റൂബ്രിക്ക്, മ്യൂക്കസ് എന്നാണ് റൂബ്രിക്ക്. സ്റ്റൂളില് മ്യൂക്കസ് ലൈക്ക് പീസ് ഓഫ് പോപ്ഡ് കോൺ, അതാണ് സിന. അപ്പൊ നമ്മൾ പോപ്ഡ് കോൺ സ്റ്റൂൾ, അത് റൂബ്രിക്ക് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോപ്ഡ് കോൺ അല്ല, മ്യൂക്കസ് എന്നുള്ളതാണ് റൂബ്രിക്ക്. ദെൻ കോപ്പിയസ് എക്സോസ് ഡസ് നോട്ട് ഫോസ്ഫോറിക് ആസിഡ്, നോട്ടി നോഡുലാർ ലംബി യുണൈറ്റഡ് ബൈ ത്രെഡ് ഓഫ് മ്യൂക്കസ്. ഗ്രഫൈറ്റിസിന്റെ സ്റ്റൂള് ത്രെഡ് ഓഫ് മ്യൂക്കസ് യുണൈറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ റൂബ്രിക് എന്ന് പറഞ്ഞത് നോട്ടി എന്നാണ് ആ റൂബ്രിക്ക് വരുന്നത്. ഷൂട്ടിംഗ് ഔട്ട് ഇൻ എ ടൊറന്റ് എന്ന് പറഞ്ഞാൽ നാട്രിയം കാർബണിന്റെ സ്റ്റൂളാണ്. ഷൂട്ടിംഗ് ഔട്ട് ഇൻ എ ടൊറന്റ്. അപ്പോൾ പോപ്ഡ് കോൺ എന്നുള്ള സിനന്റെ റൂബ്രിക്ക് മ്യൂക്കസ് ആണ്. ഗ്രഫൈറ്റിസിന്റെ യുണൈറ്റഡ് ബൈ ത്രെഡ് ഓഫ് മ്യൂക്കസ് എന്നുള്ളതിന്റെ റൂബ്രിക്ക് നോട്ടി എന്നാണ്. അതൊക്കെ ഒന്ന് ആലോചിക്കുക കേട്ടോ. സ്റ്റൂൾ എന്നുള്ളത് നേച്ചർ ഓഫ് സ്റ്റൂൾ ആണ് മെയിൻ ആയിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ദെൻ കംസ് യൂറിനറി ഓർഗൻസ്. യൂറിനറി ഓർഗൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ 5 ചാപ്റ്റേഴ്സ് ആണ്. ബ്ലാഡർ, കിഡ്നി, പ്രോസ്റ്റേറ്റ്, യുറീത്ര, യൂറിൻ.
അപ്പോൾ ഈ ഒരു ചാപ്റ്റേഴ്സ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചാപ്റ്റേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് 10ൽ ടോട്ടൽ നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് 37 ആവുന്നത്. അതർവൈസ് ഇറ്റ് ഈസ് 33. ഓക്കെ, ബ്ലാഡർ, കിഡ്നി, പ്രോസ്റ്റേറ്റ്, യുറീത്ര, യൂറിൻ. ഈ ഒരു ചാപ്റ്റർ കാണുമ്പോൾ തന്നെ നമുക്ക് കമ്പയർ ടു അതർ റെപ്പർട്ടറി നമ്മൾ കമ്പയർ ചെയ്യണം. അപ്പോൾ ഇതിൽ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ബി ഫസ്റ്റ്, ദെൻ കെ, ദെൻ പി, ദെൻ യു, അഗൈൻ യുറീത്ര, യൂറിൻ. പക്ഷേ നമ്മൾ BBC-ആറിൽ വരുമ്പോൾ അത് എന്താണ്, നമ്മുടെ ഇതിൻ്റെ നേച്ചറിലാണ്, എന്താ അനാറ്റമിക്കൽ ഓർഡറിലാണ് ഇത് കിഡ്നി, യുറീറ്റസ്, യുറീത്ര, യൂറിൻ, അങ്ങനെ ആ ഒരു അനാറ്റമിക്കൽ നേച്ചറിലാണ് BBC-ആറിൽ വരുന്നത്. TPB-യിലാണെങ്കിൽ കിഡ്നി, പ്രോസ്റ്റേറ്റ് ഒക്കെ എങ്ങനെയാണ്? കിഡ്നി, പ്രോസ്റ്റേറ്റ്, ബ്ലാഡർ ഒക്കെ എവിടെ കൊടുത്തിട്ടുള്ളത്? യൂറിനറി ഓർഗൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിന്റെ റൂബ്രിക്കുകളാണിത് അല്ലേ. കിഡ്നി ആവട്ടെ, ബ്ലാഡർ ആവട്ടെ, യുറീത്ര ആവട്ടെ, പ്രോസ്റ്റേറ്റ് അല്ലേ, പ്രോസ്റ്റേറ്റ് വരെ നമുക്ക് യൂറിനറി ഓർഗൻസിലാണ് TPB-യിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ BBC-ആറിലാണെങ്കിൽ നമുക്ക് എന്തുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം അതൊന്ന് ആലോചിക്കണം. ഇതൊക്കെ ഓരോ റൂബ്രിക്കാണ് TPB-യിൽ ഉള്ളത് എന്നുള്ളത് ആലോചിക്കുക. കിഡ്നി, പ്രോസ്റ്റേറ്റ്, യുറീത്ര, പിന്നെ പ്രോസ്റ്റേറ്റ് എന്നൊക്കെ ഉള്ളത്. യൂറിൻ സെപ്പറേറ്റ് ചാപ്റ്റർ ആണ് എല്ലാത്തിലും. യൂറിനറി ഓർഗൻസ്, യൂറിൻ, മിക്ടൂറിഷൻ എന്നാണ് TPB-യിൽ ഉള്ളത് അല്ലേ. യൂറിനറി ഓർഗൻസ് ഉണ്ട്, അതിൽ ഈ ഓർഗൻസിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ യൂറിൻ വരുന്നുണ്ട്, പിന്നെ മിക്ടൂറിഷൻ എന്ന് പറഞ്ഞ വേറെ ചാപ്റ്റർ ഉണ്ട്. BBC-ആറിലാണെങ്കിൽ യൂറിൻ, സെഡിമെന്റ്, മിക്ടൂറിഷൻ അല്ലേ. യൂറിൻ, സെഡിമെന്റ്, മിക്ടൂറിഷൻ. ഇതിൽ ബ്ലാഡർ വരുന്ന സമയത്ത് ബ്ലാഡറിലാണ് നമുക്ക് റീറ്റൻഷൻ കിട്ടുന്നത്, യൂറിനേഷൻ കിട്ടുന്നത്. അർജിങ്, ടെനസ്മസ്, ഡിസ്യൂറിയ, റിറ്റാർഡഡ്, അൺസാറ്റിസ്ഫാക്ടറി. ഇത്രയും റൂബ്രിക്സ് നമുക്ക് ബ്ലാഡറിൽ കിട്ടുന്നുണ്ട്. ബ്ലാഡറിൽ ഒരു റൂബ്രിക് ഉണ്ട്, ബ്ലാഡർ കാൽക്കുലൈ. ദെൻ ഹെമറോയിഡ്സ് ഓഫ്, 2 സ്ഥലത്താണ് ഹെമറോയിഡ്സ് മെൻഷൻ ചെയ്തിട്ടുള്ളത്, ഒന്ന് ബ്ലാഡറിലും ഒന്ന് റെക്ടത്തിലുമാണ്. റെക്ടം ഹെമറോയിഡ്സ്, ബ്ലാഡർ ഹെമറോയിഡ്സ് ഓഫ്. ദെൻ റിറ്റൻഷൻ, റിറ്റൻഷൻ ലൈനിലായ ഒരുപാട് സബ് റൂബ്രിക് ഉണ്ട്. റിറ്റൻഷൻ കൺഫൈൻമെന്റ് ആഫ്റ്റർ, റിറ്റൻഷൻ ന്യൂബോൺ ഇൻഫൻസ്, retention enlarged prostate from unable to pass urine in presence of company. നാഷമ്പൂർ unable to pass urine in presence of company. ആ ഒരു റൂബ്രിക്ക് വരുന്നത് റിറ്റൻഷൻ എന്ന് പറയുന്ന റൂബ്രിക്കിന്റെ സബ് റൂബ്രിക് ആയിട്ടാണ് വരുന്നത്. unable to pass urine in presence of company, നാഷമ്പൂർ. റിറ്റൻഷൻ എന്നുള്ള റൂബ്രിക്കിന്റെ താഴെയുള്ള സബ് റൂബ്രിക് ആണ് കേട്ടോ. ദെൻ അർജിങ്, അർജിങ് വരുന്നത് ബ്ലാഡറിലാണ്. അർജിങ്, മാരീഡ് വുമൺ, ന്യൂലി, സ്റ്റാഫിസാഗ്രി ആണ് മെഡിസിന്. ദെൻ യൂറിനേഷൻ എന്നുള്ള റൂബ്രിക്കും വരുന്നത് ബ്ലാഡറിലാണ്. യൂറിനേഷൻ ഇൻവളണ്ടറി നൈറ്റ്, നക്ടൂർണൽ അന്യൂറോസിന് എടുക്കുന്ന റൂബ്രിക്കാണ് യൂറിനേഷൻ ഇൻവളണ്ടറി നൈറ്റ്. ദെൻ യൂറിനേഷന് താഴെയുള്ള വേറെ റൂബ്രിക്കാണ് പെർപെൻഡിക്കുലർലി യൂറിൻ ഡ്രോപ്സ് ഔട്ട്, അത് ഹെപ്പാർ ആണ് മെഡിസിൻ. പെർപെൻഡിക്കുലർലി യൂറിൻ ഡ്രോപ്സ് ഔട്ട്, ഹെപ്പാർ. ദെൻ യൂറിനേഷൻ ഡിസ്യൂറിയ, മാരീഡ് വുമൺ, ന്യൂലി. ഡിസ്യൂറിയ എന്നുള്ള റൂബ്രിക്ക് യൂറിനേഷൻ എന്നുള്ളതിൻ്റെ താഴെ വരുന്നതാണ്. യൂറിനേഷൻ, ഡിസ്യൂറിയ, മാരീഡ് വുമൺ, ന്യൂലി. അതിലും ഇമ്പോർട്ടൻറ്റ് മെഡിസിൻ സ്റ്റാഫിയനെയാണ് വരുന്നത്. ദെൻ പോളിപ്പി, പോളിപ്പി നമുക്ക് ഏകദേശം എല്ലാത്തിലും കിട്ടും കേട്ടോ. റെക്ടത്തിൽ പോളിപ്പി ഉണ്ട്, ബ്ലാഡറിൽ പോളിപ്പി ഉണ്ട്, നോസിൽ പോളിപ്പി ഉണ്ട്. ഏകദേശം ഈ വാർഡ്സ് ഒക്കെ പറയുന്ന പോലെ തന്നെ, വാർഡ്സ് കൊണ്ടൈലമേറ്റൊക്കെ പറയുന്ന പോലെ തന്നെ എല്ലാത്തിലും ട്യൂമറും പോളിപ്പിക്കും എല്ലാത്തിലും കിട്ടും. പക്ഷെ മെഡിസിൻസ് വ്യത്യാസമുണ്ട്, ലൊക്കേഷൻ അനുസരിച്ച് മെഡിസിൻ മാറും. ട്യൂമർ, ബ്ലാഡറിൽ ട്യൂമർ വരുന്നത് കാൽക്കേരിയ ആണ് മെഡിസിൻ, സിംഗിൾ മെഡിസിനേ ഉള്ളൂ, കാൽക്കേരിയ. ദെൻ കിഡ്നി, കിഡ്നിയിൽ ഇമ്പോർട്ടൻറ്റ് റൂബ്രിക് എന്ന് പറയുന്നത് അഡിസൺസ് ഡിസീസ്. അഡിസൺസ് ഡിസീസ് ആണ് ഇമ്പോർട്ടൻറ്റ്. അഡിസൺ ഡിസീസ് നമുക്ക് കിഡ്നിയിൽ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് ജനറാലിറ്റീസ്, കൺവൾഷൻസ്, അഡിസൺസ് ഡിസീസ്, അങ്ങനെ ഒരു റൂബ്രിക്കും കൂടെ ഉണ്ട്. അപ്പോൾ അഡിസൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ സിംഗിളായിട്ട് ചോദിക്കുകയാണെങ്കിൽ അത് കിഡ്നിയിലാണ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. കിഡ്നിയിലാണ് അഡിസൺസ് ഡിസീസ് ഉള്ളത്. ദെൻ ഇൻഫ്ലമേഷൻ, അക്യൂട്ട് പാരൻകൈമാറ്റസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഗ്ലോമർലോ നെഫ്രൈറ്റിസിന് എടുക്കുന്ന റൂബ്രിക്കാണ്. കിഡ്നി, ഇൻഫ്ലമേഷൻ, അക്യൂട്ട് പാരൻകൈമാറ്റസ്, ഗ്ലോമർലോ നെഫ്രൈറ്റിസ്. ഈ ഇൻഫ്ലമേഷൻ സപ്പറേറ്റീവ് ആണെങ്കിൽ നമ്മൾ പൈലോ നെഫ്രൈറ്റിസിന് എടുക്കുന്ന റൂബ്രിക്കാണ്. ഇൻഫ്ലമേഷൻ സപ്പറേറ്റീവ്, ഇൻഫ്ലമേഷൻ സപ്പറേറ്റീവ് എന്ന് എടുക്കുന്നത് പൈലോ നെഫ്രൈറ്റിസിന് എടുക്കുന്ന റൂബ്രിക്കാണ്. ദെൻ പ്രോസ്റ്റേറ്റ്, പ്രോസ്റ്റേറ്റ് ആണ് നമ്മൾ പറഞ്ഞു, സ്മോളസ്റ്റ് ചാപ്റ്റർ ആണ്, ഒരു സിംഗിൾ പേജേ ഉള്ളൂ. പിന്നെ അതിൽ 21 റൂബ്രിക്സ് ഉണ്ട്. അതിൽ പ്രോസ്റ്റേറ്റിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് പ്രോസ്റ്റേറ്റിക് എൻലാർജ്മെൻറ്റ്, അത് BPH എടുക്കുന്ന റൂബ്രിക്ക് എൻലാർജ്മെൻറ്റ്, പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ്. ദെൻ എമിഷൻ ഓഫ് പ്രോസ്റ്റേറ്റിക് ഫ്ലൂയിഡ് എന്നുള്ള റൂബ്രിക്ക് നമുക്ക് പ്രോസ്റ്റേറ്റിൽ കിട്ടും. എൻലാർജ്ഡ്, സ്വെൽഡ്, അങ്ങനെ പറഞ്ഞ ഒരുപാട് റൂബ്രിക്സ് പ്രോസ്റ്റേറ്റിൻ്റെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പ്രോസ്റ്റേറ്റിക് എൻലാർജ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദെൻ യുറീത്ര,
യുറീത്രയിൽ നമുക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ യുറീത്ര പറയുന്നുണ്ട്. ഫോസ നാവിക്കുലാരിസ് എന്നുള്ള ലൊക്കേഷൻ കൊടുത്തിട്ടുള്ളത് യുറീത്രയിലാണ്. പിന്നെ മിയാറ്റസ് ഉള്ളത് യുറീത്രയിലാണ്. ഫോസ നാവിക്കുലാരിസ് എന്നുള്ള ഒരു ലൊക്കേഷൻ ഉള്ളത് യുറീത്ര, അതേപോലെ മിയാറ്റസ്. കോഡിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് യുറീത്രയിൽ പഠിക്കേണ്ട റൂബ്രിക്. കോഡി കിട്ടുന്നത് യുറീത്രയിലാണ്. എയർ പാസസ് ഫ്രം ഫീമെയിൽ യുറീത്ര ഡ്യൂറിങ് യൂറിനേഷൻ. അതിൽ എയർ എന്നുള്ളതാണ് നമ്മുടെ റൂബ്രിക്. ഒരു ഡയറക്റ്റ് റൂബ്രിക്കാണ്. എയർ പാസസ് ഫ്രം ഫീമെയിൽ യുറീത്ര ഡ്യൂറിങ് യൂറിനേഷൻ. സസ്സപ്പറിയിലാണ് മെഡിസിൻ. ഇതേപോലെ തന്നെ ഒരു റൂബ്രിക് നമുക്ക് ബ്ലാഡറിലുണ്ട്. ബ്ലാഡറിൽ ഗ്യാസ് പാസ് ഫ്രം. ബ്ലാഡർ ഗ്യാസ് എന്നാണ് റൂബ്രിക്. GAS ഗ്യാസ് പാസസ് ഫ്രം എന്നുള്ള റൂബ്രിക്കാണ്. സെയിം മെഡിസിൻ തന്നെയാണ് സസ്സപ്പറിയില്ല. അതുപോലത്തെ ഒരു റൂബ്രിക്കാണ് യുറീത്ര. ബ്ലാഡറിൽ നിന്ന് വരുന്നതും യുറീത്രയിൽ നിന്ന് വരുന്നതും. ഇത് യുറീത്രയിൽ നിന്ന് എയർ ആയി ബ്ലാഡറിൽ നിന്ന് വരുമ്പോൾ അത് ഗ്യാസ് എന്നാണ് അവിടെ റൂബ്രിക് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ എയർ പാസസ് ഫ്രം ഫീമെയിൽ യുറീത്ര ഡ്യൂറിങ് യൂറിനേഷൻ, സസ്സപ്പറില്ല. ദെൻ ക്രോളിംഗ് ഫോസ നാവിക്കുലാരിസ്. ഇപ്പൊ ഫോസ നാവിക്കുലാരിസ് എന്നുള്ളതിന്റെ ലൊക്കേഷൻ കൊടുത്തതിന് ഒരു എക്സാമ്പിൾ എടുത്തതാണ്. ക്രോളിംഗ് ഫോസ നാവിക്കുലാരിസ്. അതിൽ പെട്രോസിലീനിയാണ് മെഡിസിൻ കൊടുത്തിട്ടുള്ളത്. ക്രോളിംഗ് ഫോസ നാവിക്കുലാരിസ്. ദെൻ ഡിസ്ചാർജ് ഗൊണോറിയൽ ഡിസ്ചാർജ് ഒക്കെ കൊടുത്തിട്ടുള്ള യുറീത്രയിലാണ്. ഗ്ലീറ്റി യുറീത്രയിലാണ്. ദെൻ ഇൻഫ്ലമേഷൻ മിയാറ്റസ് ഇൻഫ്ലമേഷൻ. പിന്നെ യുറീത്ര സ്ട്രിക്ചർ എന്ന് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. യൂറിൻ സ്റ്റിൽ ഫ്ലോയിങ് സെൻസേഷൻ. ഇങ്ങനെ റൂബ്രിക് കാണുമ്പോൾ നമ്മളത് യൂറിൻ ചാപ്റ്ററിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ യൂറിൻ ചാപ്റ്ററിലല്ല ഈ റൂബ്രിക്, അത് യുറീത്ര ചാപ്റ്ററിലാണ്. യൂറിന്റെ നേച്ചർ മാത്രമാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് യൂറിൻ സ്റ്റിൽ ഫ്ലോയിങ് സെൻസേഷൻ എന്നുള്ളത് യുറീത്ര ചാപ്റ്ററിലുള്ള ഒരു റൂബ്രിക് ആണ്. അതിൽ റൂബ്രിക് യൂറിൻ എന്നാണ് റൂബ്രിക്. സ്റ്റിൽ ഫ്ലോയിങ് സെൻസേഷൻ. ദെൻ യൂറിൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന റൂബ്രിക്സുകളുണ്ട്. ക്യൂട്ടിക്കൽ ഫോമിംഗ് ഓൺ സർഫസ് ഓഫ് യൂറിൻ. ദെൻ യൂറിൻ ഷുഗർ, നമ്മൾ ഡയബറ്റീസിന് എടുക്കുന്ന റൂബ്രിക്കാണ് യൂറിൻ ഷുഗർ. യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻക്രീസ്ഡ്. യൂറിൻ ഷുഗർ, യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻക്രീസ്ഡ്. നമ്മൾ TPBയിലാണെങ്കിൽ എന്തെടുക്കുക? യൂറിൻ ചാപ്റ്റർ തന്നെയാണ്, വേറെ വേർഡാണ്. യൂറിൻ ഗ്ലൈക്കോസൂറിയ. വെരി ഗുഡ്. യൂറിൻ ഗ്ലൈക്കോസൂറിയാണ് നമ്മൾ TPBയിൽ എടുക്കുന്നത്. BBCRൽ യൂറിൻ സെക്കാരിൻ. വെരി ഗുഡ്. അപ്പോൾ അത് മൂന്നും പഠിക്കണം. യൂറിൻ ഷുഗർ കാൻഡിൽ, യൂറിൻ ഗ്ലൈക്കോസൂറിയ TPBയിൽ, യൂറിൻ സക്കാറിൻ ആണ് നമ്മൾ BBCRൽ പഠിച്ചത്. ദെൻ യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി ഡിഗ്രീസ്ഡ്. ഡയബറ്റിസ് ഇൻസിപ്പിഡസിന് എടുക്കുന്ന റൂബ്രിക്കാണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഡിഗ്രീസ്ഡ്. മോർ എമൗണ്ട് ഓഫ് വാട്ടർ ഉണ്ടായതുകൊണ്ട് അവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി ഡിഗ്രീസ്ഡ് ആയിരിക്കും. സോ യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി ഡിഗ്രീസ്ഡ്. ദെൻ എക്ലാംസിക്ക് എടുക്കുന്ന രണ്ട് റൂബ്രിക് ഉണ്ട്. ഒന്ന് ജനറാലിറ്റീസിൽ കൺവൾഷൻസ് പ്രഗ്നൻസി ഡ്യൂറിങ്. എക്ലാംസിയ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാവും? ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും, എഡീമ ഉണ്ടാവും, ആൽബിനോറിയ ഉണ്ടാവും, കൺവൾഷൻസ് ഉണ്ടാവും അല്ലേ? ഇത്രയും കാര്യങ്ങൾ ചേർന്നതാണ് ഒരു എക്ലാംസിയ എന്ന് പറയുന്നത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റൂബ്രിക്കും പ്രഗ്നൻസിയിൽ വരുന്നവർക്ക് എടുക്കാം. അപ്പോൾ അതിൽ കൺവൾഷൻ വരുന്ന റൂബ്രിക്കാണ് ജനറാലിറ്റീസ് കൺവൾഷൻ പ്രഗ്നൻസി ഡ്യൂറിങ്. യൂറിനിൽ ആൽബുമിൻ എമൗണ്ട് കൂടുന്നതാണ് യൂറിൻ ആൽബുമിനസ് പ്രഗ്നൻസി ഡ്യൂറിങ്. ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എക്ലാംസിയക്ക് റൂബ്രിക് എടുക്കുക. നമ്മൾ എക്ലാംസിയ ഡയറക്റ്റ് ആയിട്ട് എവിടെയോ പഠിച്ചിട്ടുണ്ടല്ലോ, ഓർക്കുന്നുണ്ടോ? ഏത് റെപ്പറ്റിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എക്ലാംസിയ എന്നുള്ള റൂബ്രിക് പഠിച്ച്? കുറച്ചും കൂടി നമ്മൾ 3 റെപ്പറ്ററി പഠിക്കുമ്പോൾ കുറച്ചും കൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള റെപ്പറ്ററി ഏതാ? BBCR അല്ലേ? BBCRലാണ് എക്ലാംസിയ എന്നുള്ളത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പഠിച്ചത്. ഒറ്റ സിംഗിൾ മെഡിസിൻ ആയിരുന്നു, ഓർക്കുന്നുണ്ടോ? ഹെലിബോറിസ് ആണ് മെഡിസിൻ കേട്ടോ. എക്ലാംസിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റൂബ്രിക്കിന്റെ താഴെ നമുക്ക് ഹെലിബോറിസ് മാത്രമേ മെഡിസിൻ ഉള്ളൂ. പക്ഷേ എക്ലാംസിയ എന്ന അതിൽ ഫീമെയിൽ ജെനിറ്റാലിയയിലും അതുപോലെ തന്നെ കുറേയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പല സ്ഥലത്തും. അതിലൊക്കെ പല മെഡിസിൻസും ഉണ്ട്. എക്ലാംസിയ എന്ന ഡയറക്റ്റ് റൂബ്രിക്കിന്റെ താഴെ നമുക്ക് ഹെലിബോറിസ് മാത്രമേ മെഡിസിൻ പറയുന്നുള്ളൂ. ദെൻ ഹെമറ്റൂറിയൊക്കെ എടുക്കുന്ന റൂബ്രിക്കാണ് യൂറിൻ ബ്ലഡി ഹെമറ്റൂറിയ. ദെൻ യൂറിൻ സെഡിമെന്റ് ആണ് നമ്മൾ എന്തിനെടുക്കുന്നത്? നമ്മൾ സ്റ്റോണിനൊക്കെ എടുക്കുന്ന റൂബ്രിക്ക് യൂറിൻ സെഡിമെന്റ് ഓക്സലേറ്റ് സ്റ്റോണിന്, ഫോസ്ഫേറ്റ് സ്റ്റോണിന് എടുക്കുന്ന റൂബ്രിക്കാണ്. യൂറിൻ സെഡിമെന്റ് പ്യൂർലൈൻ എന്നുള്ളത് പസ്സിൻ യൂറിൻ പയൂറേക്ക് എടുക്കുന്ന റൂബ്രിക്കാണ്. പ്യൂർലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ WBC കണ്ടന്റ് കൂടുതലായിട്ട് പസ് ഫോം ചെയ്യുന്നതാണ് പ്യൂർലൈൻ ഉദ്ദേശിക്കുന്നത്. യൂറിൻ സെഡിമെന്റ് സാൻഡ് ഗ്രേവൽ റീനൽ കാൽക്കുലി. അപ്പോൾ റീനൽ കാൽക്കുലിക്ക് എടുക്കുന്ന റൂബ്രിക്കാണ് യൂറിൻ സെഡിമെന്റ് സാൻഡ് ഗ്രേവൽ അല്ലെങ്കിൽ റീനൽ കാൽക്കുലി എന്ന് പറഞ്ഞിട്ട് സബ് റൂബ്രിക് ഉണ്ട്. അതെടുക്കുന്നത് റീനൽ കാൽക്കുലിക്ക് എടുക്കുന്ന റൂബ്രിക്ക്. ദെൻ യൂറിൻ മിൽക്കി ഹൈഡ്രോസെഫാലസ് ഇൻ
വെരി ലിറ്റിൽ ബട്ട് ഫ്രീക്വൻറ്റ് ഡിസ്ചാർജ് ഓഫ് മിൽക്കി യൂറിൻ വിത്ത് അൺകോൺഷ്യസ് ആൻഡ് ഡെലീരിയം. യൂറിൻ മിൽക്കി എന്നുള്ള റൂബ്രിക്കിന്റെ താഴെയുള്ള ഇതാണ്. അതിലൊറ്റ സിംഗിൾ മെഡിസിനേ ഉള്ളൂ, എപ്പിസ് ആണ്. അവിടെ ഹൈഡ്രോസെഫാലസ് ഉണ്ട്, മിൽക്കി യൂറിൻ ആണ്, അൺകോൺഷ്യസ് ആണ്. ഇത്രയും കവർ ചെയ്യണം. വിത്ത് ഡെലീരിയം, എപ്പിസ് ആണ് മെഡിസിൻ വരുന്നത്. അപ്പോൾ യൂറിൻ ഷുഗർ ഉണ്ട്, യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻക്രീസ്ഡ്, ദെൻ യൂറിൻ ആൽബുമിനസ് പ്രഗ്നൻസി ഡ്യൂറിങ്, യൂറിൻ സെഡിമെന്റ് ഓക്സലേറ്റ്, യൂറിൻ സെഡിമെന്റ് ഫോസ്ഫേറ്റ്, യൂറിൻ സെഡിമെന്റ് സാൻഡ് ഗ്രേവൽ, റീനൽ കാൽക്കുലി. Then come to genitalia. We have separate female genitalia and male genitalia chapters. ബാക്കിയുള്ള റെപ്പർട്ടറി ഒക്കെ നമുക്ക് അറിയാം. ഒന്ന് സെക്ഷൽ ഓർഗൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ TPB എടുക്കുകയാണെങ്കിൽ സമയത്ത് നമുക്ക് സെക്ഷൽ ഓർഗൻസ് എന്നുള്ള ചാപ്റ്ററിൽ മെയിലും ഫീമെയിലും ഒക്കെ ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. ദെൻ മെൻസ്ട്രേഷൻ, ലൂക്കോറിയ എന്ന് പറഞ്ഞിട്ട് വേറെ ചാപ്റ്റേഴ്സ് ഉണ്ട്. അതാണ് TPB. മറ്റേലും അതുപോലെ തന്നെയാണ്. സെക്ഷൽ ഇമ്പൾസ് ഉണ്ട്, സെക്ഷൽ ഓർഗൻസ്, അങ്ങനെ. അപ്പം ഇതിൽ മാത്രമാണ് നമുക്ക് മെയിൽ ജെനിറ്റാലിയ, ഫീമെയിൽ ജെനിറ്റാലിയ. അതിൽ പറയാം അങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ടെങ്കിലും അതിൽ ഒരുപാട് സബ് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതായത് ടെസ്റ്റിസ്, അങ്ങനെ ഓരോ പ്രോസ്റ്റേറ്റ്, സ്ക്രോട്ടം, അതുപോലെ തന്നെ ഫീമെയിൽ ജെനിറ്റാലിയ ആണെങ്കിലും അതെങ്കിലും സെപ്പറേറ്റ് ആയിട്ട്. പക്ഷെ ലൂക്കോറിയ എന്നുള്ളൊരു സെപ്പറേറ്റ് ചാപ്റ്റർ ആണ് ഇതിൽ TPBയിൽ. പക്ഷെ BBCRൽ വരുമ്പോൾ അതൊരു മെൻസ്ട്രേഷൻ്റെ സബ് ചാപ്റ്റർ ആയിട്ടാണ് ലൂക്കോറിയ വരുന്നത്. അതൊന്നും മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അതും ഈ ഒരു ജെനിറ്റാലിയ പാർട്ടും ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. ദെൻ കമ്മിങ് ടു കെൻഡ്, മെയിൽ ജെനിറ്റാലിയ. ബ്ലെനോറിയ ഓഫ് ഗ്ലാൻസ്, അവിടെ ബ്ലെനോറിയ എന്നുള്ളതാണ് റൂബ്രിക്ക്. ദെൻ കോണ്ടൈലോമാറ്റ, ബട്ടർനട്ട് ഷേപ്ഡ് ഹാർഡ് ഗ്രോത്ത്, സബേനിയാണ് മെഡിസിൻ. ദെൻ എലിഫന്റിയാസിസ് സ്ക്രോട്ടം, ദെൻ ഇങ്ങനെ എംപയോസിൽ, ഹെമറ്റോസിൽ, സാർക്കോസിൽ, വേരിക്കോസിൽ. ദെൻ മാസ്റ്റർബേഷൻ, സെക്ഷൽ പാഷൻ. സെക്ഷൽ പാഷൻ എന്നുള്ള റൂബ്രിക് കിട്ടുന്നത് മെയിൽ ജെനിറ്റാലിയാണ്. സ്മെഗ്മ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, സെക്ഷൽ പാഷൻ. അപ്പോൾ സെക്ഷൽ പാഷൻ കിട്ടുന്നത് മെയിൽ ജെനിറ്റാലിയാണ്. പക്ഷെ സെക്ഷൽ എക്സസ് എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്, അതെവിടെ കിട്ടും? സെക്ഷൽ എക്സസ് സെക്ഷൽ പാഷൻ കിട്ടുന്നത് മെയിൽ ജെനിറ്റാലിയയും സെക്ഷൽ എക്സസ് എന്ന് പറഞ്ഞ റൂബ്രിക്ക് കിട്ടുന്നത് നമുക്ക് ജനറാലിറ്റീസ് ചാപ്റ്ററിലാണ് കേട്ടോ. അതായത് അതുകൊണ്ടുള്ള അഗ്രവേഷൻ സിംറ്റംസ് ഒക്കെയാണ് നമുക്ക് ജനറാലിറ്റീസ്. അപ്പോൾ സെക്ഷൽ എക്സസ് എന്നുള്ളത് വേറെ എവിടെയും കൊടുത്തിട്ടില്ല, ജനറാലിറ്റീസ് ചാപ്റ്ററിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ജെനിറ്റാലിയ മെയിലിൽ കൊടുത്തിട്ടുള്ളത് സെക്ഷൽ പാഷൻ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ഈ ക്രാബ്ലൈസ് ഉണ്ട്. ക്രാബ്ലൈസ് നമുക്ക് ജെനിറ്റാലിയ മെയിലിൽ ഡയറക്റ്റ് ആയിട്ടുള്ള റൂബ്രിക്കാണ് ക്രാബ്ലൈസ്, ജെനിറ്റാലിയ മെയിൽ. ലൈസ് നമുക്കറിയാം ഹെഡിലാണ് ലൈസ് എന്നുള്ളത്. ലൗസിനസ് ആണെങ്കിൽ സ്കിന്നിലാണ് ലൗസിനസ് ഉള്ളത്. അപ്പൊ ക്രാബ്ലൈസ് കിട്ടുന്നത് ജെനിറ്റാലിയ മെയിലില്, ലൈസ് കിട്ടുന്നത് ഹെഡ്, ലൗസിനസ് കിട്ടുന്നത് സ്കിന്ന്. ഇനി സീ ലൈസ് അറ്റ് നൈറ്റ് ഡ്യൂറിങ് സ്ലീപ്പ്. സ്ലീപ്പിന്റെ സമയത്ത് ഇങ്ങനെ വേംസ് കാണുന്നത് നമുക്ക് കിട്ടുന്നത് സ്ലീപ്പ്, ഡ്രീംസ്, വെർമിൻസ്. സ്ലീപ്പ്, ഡ്രീംസ്, വെർമിൻസ്. ഇതൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ. ദെൻ ഇമ്പോർട്ടൻസി. ഇമ്പോർട്ടൻസിക്ക് എടുക്കുന്ന റൂബ്രിക്ക് ജെനിറ്റാലിയ മെയിൽ ഇറക്ഷൻ വാണ്ടിങ്. ജെനിറ്റാലിയ മെയിൽ ഇറക്ഷൻ വാണ്ടിങ്. സ്റ്റെറിലിറ്റി ആണെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് ഫീമെയിൽ ജെനിറ്റാലിയയിലാണ് കൊടുത്തിട്ടുള്ളത്. ജെനിറ്റാലിയ ഫീമെയിൽ സ്റ്റെറിലിറ്റി. അപ്പോൾ ഇമ്പോർട്ടൻസി എന്ന് പറയുമ്പോൾ മെയിലിലും സ്റ്റെറിലിറ്റി വരുന്നത് ഫീമെയിലുമാണ് കൊടുത്തിട്ടുള്ളത്. ചൈൽഡ് ഹാൻഡിൽസ് ജെനൈറ്റൽസ് വിത്ത് സ്പാസം. ചൈൽഡ് ഹാൻഡിൽസ് ജെനൈറ്റൽസ് വിത്ത് സ്പാസം എന്നുള്ളത് അത് ജെനിറ്റാലിയ മെയിലിലെ ഹാൻഡിൽസ് എന്ന് പറഞ്ഞ റൂബ്രിക്കിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൈൻഡിൽ ജസ്റ്റേഴ്സ് എന്നുള്ളതിന്റെ റൂബ്രിക്കിന്റെ താഴെ നമുക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? ചൈൽഡ് ഹാൻഡിൽസ് ജെനൈറ്റൽസ് വിത്ത് സ്പാസം. രണ്ട് ചാപ്റ്ററിൽ കിട്ടും. ഒന്ന് ജെനിറ്റാലിയ മെയിൽ ഹാൻഡിൽസ്, മറ്റേത് മൈൻഡ് ജസ്റ്റേഴ്സ്. ഓക്കെ. ഈ ബലനൈറ്റിസിന് എടുക്കുന്ന റൂബ്രിക്ക് ജെനിറ്റാലിയ മെയിൽ ഇൻഫ്ലമേഷൻ ഗ്ലാൻസ് പെനിസ്. ഫൈമോസിസ് ആണെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ജെനിറ്റാലിയ മെയിൽ ഫൈമോസിസ് എന്നുള്ള റൂബ്രിക്ക്. പാരാഫൈമോസിസ് ആണെങ്കിൽ ജെനിറ്റാലിയ മെയിൽ ഫൈമോസിസ്, അതിന്റെ സബ് റൂബ്രിക് ആയിട്ടാണ് പാരാഫൈമോസിസ് കിടക്കുന്നത്. ദെൻ ഓർക്കൈറ്റിസ്. ഓർക്കൈറ്റിസ് നമ്മൾ പഠിച്ചു ഇൻഫ്ലമേഷൻ ടെസ്റ്റിസ്. ജെനിറ്റാലിയ മെയിൽ ഇൻഫ്ലമേഷൻ ടെസ്റ്റിസ്. ഇനി മംസിന്റെ കീഴിൽ വരികയാണെങ്കിൽ ജെനിറ്റാലിയ മെയിൽ സ്വെല്ലിംഗ് ടെസ്റ്റിസ് മംസ് ഫ്രം. ജെനിറ്റാലിയ മെയിൽ സ്വെല്ലിംഗ് ടെസ്റ്റിസ് മംസ് ഫ്രം. അതുപോലെ തന്നെ പരോട്ടിഡ് ഗ്ലാൻഡ് നമ്മൾ എവിടെയുള്ളത്? നമ്മുടെ ഫേസിലാണ്. അപ്പോൾ ആ ഒരു കൺസിഡറേഷനിൽ ഫേസ് ഇൻഫ്ലമേഷൻ പരോട്ടിഡ് മെറ്റാസ്റ്റാസിസ് ടു ടെസ്റ്റിസ്. ഫേസ് ഇൻഫ്ലമേഷൻ പരോട്ടിഡ് മെറ്റാസ്റ്റാസിസ് ടു ടെസ്റ്റിസ്. ദെൻ പ്രിമച്ചർ ഇജാക്കുലേഷൻ ജെനിറ്റാലിയ മെയിൽ സെമിനൽ ഡിസ്ചാർജ് Q2. സെമിനൽ ഡിസ്ചാർജ് Q2. ഇത്രയാണ് മെയിൽ ജെനിറ്റാലിയയിലുള്ളത്.
സെക്ഷൽ പാഷൻ ജെനിറ്റാലിയയിലാണെന്ന് ആലോചിക്കുക. ക്രാബ് ലൈസ്, അതുപോലെ തന്നെ ഫൈമോസിസ്, പാരാഫൈമോസിസ്, ഓർക്കൈറ്റിസ്, പ്രിമച്ചുർ എജാക്കുലേഷൻ, ദെൻ ഇംപൊട്ടൻസി, സ്റ്റെറിലിറ്റി വരുന്നത് ഫീമെയിൽ ജെനിറ്റാലിയയിലാണ്. ദെൻ ജെനിറ്റാലിയ ഫീമെയിൽ നമുക്ക് അബോർഷൻ വരുന്നുണ്ട്. അബോർഷൻ TPBയിൽ അബോർഷൻ എവിടെ കിട്ടുക? മെൻസ്ട്രേഷൻ ചാപ്റ്ററിൽ അല്ലേ? മെൻസ്ട്രേഷൻ അബോർഷൻ. അപ്പോൾ ജെനിറ്റാലിയ ഫീമെയിലാണ് നമുക്ക് അബോർഷൻ കിട്ടുക. ദെൻ അട്ടോണി ഓഫ് യൂട്രസ്, ഡിഫ്തീരിറ്റിക് എക്സ്വേഷൻസ്, ദെൻ ഫ്ലാറ്റസ് ഫ്രം വജൈന, ലൂക്കോറിയ കൊടുത്തിട്ടുണ്ട്. TPBയിൽ ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ ആണ്. BBCRൽ മെൻസ്ട്രേഷന് താഴെയുള്ളൊരു സബ് ചാപ്റ്റർ ആയിട്ടാണ് ലൂക്കോറിയ ഉള്ളത്. ദെൻ മെനോപോസ് വരുന്നുണ്ട്. ദെൻ മെൻസസ് എന്നുള്ള റൂബ്രിക് ഉണ്ട്. മെൻസസ് ആബ്സെന്റ് അമിനോറിയ, അമിനോറിയക്കുള്ളത് മെൻസസ് ആബ്സെന്റ് എന്നുള്ളതാണ്. പക്ഷെ അമിനോറിയയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് മെൻസസ് ആബ്സെന്റ് അമിനോറിയ, അങ്ങനെയാണ് റൂബ്രിക്. ദെൻ മോളിമെൻ ഓൺലി എന്നുണ്ടെങ്കിൽ കുറച്ചേ ഉള്ളൂ, ജസ്റ്റ് ഷോ മാത്രമേ ഉള്ളൂ മോളിമെൻ എന്നുള്ള മീനിങ് ഉള്ളത്, മോളിമെൻ ഓൺലി. ദെൻ മെൻസസ് ബിഫോർ ദ പ്രോപ്പർ ഏജ്, പ്രിമച്ചുർ പ്യൂബർട്ടിക്ക് കൊടുക്കുന്നതാണ് ബിഫോർ ദ പ്രോപ്പർ ഏജ്. ദെൻ ഡിലേഡ് പ്യൂബർട്ടി ആണെങ്കിൽ മെൻസസ് ഡിലേഡ് ഇൻ ഗേൾസ് ഫസ്റ്റ് മെൻസസ്, ദെൻ മെൻസസ് പെയിൻഫുൾ ഡിസ്മെനോറിയക്ക് എടുക്കുന്ന റൂബ്രിക്കാണ് മെൻസസ് പെയിൻഫുൾ ഡിസ്മെനോറിയ. ദെൻ ജെനിറ്റാലിയ ഫീമെയിൽ ട്യൂമേഴ്സ് യൂട്രസ് ഫൈബ്രോയിഡിന് എടുക്കുന്ന റൂബിക്കാണ് ജെനിറ്റാലിയ ഫീമെയിൽ ട്യൂമർ എന്നുള്ളതാണ് റൂബിക്ക്, യൂട്രസ് ഫൈബ്രോയിഡ്. അല്ലെങ്കിൽ നമുക്ക് മെനറേജിയ എന്നുള്ള റൂബ്രിക്കിനെ താഴെ ഫൈബ്രോയിഡ് ഫ്രം എന്നുള്ള റൂബ്രിക്കും ഉണ്ട്. ജെനിറ്റാലിയ ഫീമെയിൽ മെനറേജിയ ഫൈബ്രോയിഡ് ഫ്രം. ദെൻ PCODക്ക് എടുക്കുന്ന റൂബ്രിക്ക് ജെനിറ്റാലിയ ഫീമെയിൽ ട്യൂമേഴ്സ് ഓവറി സിസ്റ്റ്, ഓവറിയിൽ സിസ്റ്റ്, ട്യൂമേഴ്സ് ഓവറി സിസ്റ്റ്, അതാണ് PCODക്ക് എടുക്കുന്ന റൂബ്രിക്ക്. ഹൈഡാറ്റിഡിഫോം മോൾ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ജെനിറ്റാലിയ ഫീമെയിൽ മോൾസ് എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. ദെൻ മെൻസസ് വുഡ് അപ്പിയർ, ആസ് ഇഫ് വുഡ് അപ്പിയർ എന്നുള്ളതിന്റെ റൂബ്രിക്ക് നമ്മൾ കണ്ടത് അബ്ഡോമൻ പെയിൻ എന്നുള്ളതിലും, അതുപോലെ തന്നെ ജെനിറ്റാലിയ ഫീമെയിൽ മെൻസസ് അപ്പിയർ, രണ്ട് റൂബ്രിക്ക് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ജെനിറ്റാലിയ ഫീമെയിൽ വജൈനിസ്മസ് എന്നുള്ള ഡയറക്റ്റ് റൂബ്രിക്ക് കൊടുത്തിട്ടുണ്ട്. ദെൻ ജെനിറ്റാലിയ ഫീമെയിൽ മെൻസസ് അമിലറേഷൻ ഓഫ് ഓൾ കംപ്ലൈൻസ് ഡ്യൂറിങ്, മെൻസസിന്റെ സമയത്ത് എല്ലാ കംപ്ലൈൻസ് അമിലറേഷൻ ആണെങ്കിൽ അത് കൊടുത്തിട്ടുള്ളത് ജെനിറ്റാലിയ ഫീമെയിലാണ്. ജെനിറ്റാലിയ ഫീമെയിൽ മെൻസസ് അമിലറേഷൻ ഓഫ് ഓൾ കംപ്ലൈൻസ് ഡ്യൂറിങ്, അങ്ങനെ ഒരു റൂബ്രിക്ക് കൊടുത്തിട്ടുള്ളത് അത് ജെനിറ്റാലിയ ഫീമെയിലാണ്. പക്ഷെ മെൻസസിന്റെ സമയത്ത് എല്ലാ കംപ്ലൈൻസും അഗ്രവേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഹോൾ കംപ്ലൈൻസ് അഗ്രവേഷൻ ഡ്യൂറിങ് മെൻസസ് ആണെങ്കിൽ അത് ജനറാലിറ്റീസ് ചാപ്റ്ററിലുള്ള മെൻസസ് ആണ്. അവിടെ ഒരു മെൻസസ് എന്ന റൂബ്രിക് ഉണ്ട്, ജനറാലിറ്റീസ് മെൻസസ് എന്ന റൂബ്രിക് ഉണ്ട്. മെൻസസ് ബിഫോർ, മെൻസസ് ഡ്യൂറിങ്, മെൻസസ് ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ട് വേറെ റൂബ്രിക് ജനറാലിറ്റീസിലുണ്ട്. അത് എല്ലാ കംപ്ലൈന്റും അഗ്രവേഷൻ ആണെങ്കിൽ ജനറാലിറ്റീസിൽ പോകുന്നത്. ഓൾ കംപ്ലൈൻസ് അമിലറേഷൻ ആണെങ്കിൽ ജെനിറ്റാലിയ ഫീമെയിൽ എന്നുള്ള റൂബ്രിക്കിലാണ് എടുക്കുന്നത്. ഓക്കെ. ദെൻ കംസ് ലാരിങ്സ് ആൻഡ് ട്രക്കിയ. ലാരിങ്സ് ആൻഡ് ട്രക്കിയയിൽ നമുക്ക് ലാരിങ്സ് കിട്ടും, ട്രക്കിയ കിട്ടും, ത്രോട്ട് ബിറ്റ് കിട്ടും, എപ്പിഗ്ലോട്ടിസ് കിട്ടും, വോക്കൽ കോഡ്, ക്രൂപ്പ് കിട്ടും, വോയിസ് കിട്ടും. ഈ ലാരിങ്സ് ആൻഡ് ട്രക്കിയൻ്റെ കറസ്പോണ്ടിങ് ചാപ്റ്റർ ആണ് TPBയിലെ എയർ പാസേജസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അപ്പോൾ നൊഡ്യൂൾസ് ഓഫ് വോക്കൽ കോഡ്, ലാരിങ്സ് ആൻഡ് ട്രക്കിയ, പോളിപ്സ് ലാരിങ്സ് എന്നുള്ളതുണ്ട്. ദെൻ ഹോൾഡ് ദ ലാരിങ്സ് ഓൺ കഫിങ്, അത് ലാരിങ്സ് ആൻഡ് ട്രക്കിയയിൽ സപ്പോർട്ട്സ് ഉള്ളതിന് താഴെയാണ് ഹോൾഡ് ദ ലാരിങ്സ് ഓൺ കഫിങ്. ദെൻ അനദർ റൂബ്രിക് ഹോൾഡ് ദ ഹെഡ് ഓൺ കഫിങ്, ഹെഡ് കഫ് ചെയ്യുന്ന സമയത്ത് പിടിക്കുന്നത് ഹെഡിൽ ഹാൻഡ്സ്, ഹോൾഡ് ദ ഹെഡ് വിത്ത് കഫിങ് എന്നുള്ള റൂബ്രിക്കാണ് കേട്ടോ. അപ്പൊ ലാരിങ്സിന് നമുക്ക് സപ്പോർട്ട്സ് എന്നുള്ള റൂബ്രിക്കും ഹെഡിന്റെ ഹാൻഡ്സ് എന്നാണ് ആ റൂബ്രിക്ക് വരുന്നത്. ഞാൻ ലാരിഞ്ചിസ്മസ് സ്റ്റിഡ്ലസ് എന്ന് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ വോയിസ് എന്നുള്ള റൂബ്രിക്കിന് താഴെ പല വോയിസിന് പലതും കൊടുത്തിട്ടുണ്ട്. വോയിസ് ലോസ്റ്റ്, വോയിസ് നേസൽ, വോയിസ് ബ്രോക്കൺ, വോയിസ് ലോ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് വോയിസ് ഹോസ്നെസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് വോയിസിന്റെ താഴെയാണ്. വോയിസ് ബ്രോക്കൺ, അറ്റംപ്റ്റിംഗ് ടു സിങ് ഹൈ വെൻ, ഫോസ്ഫറസ് മാത്രമാണ് മെഡിസിൻ ഉള്ളത്. സിംഗിൾ മെഡിസിൻ ഫോർ എഡീമ ഓഫ് വോക്കൽ കോഡ്, എഡീമ എന്നുള്ളൊരു റൂബ്രിക് ഉണ്ട്. ലാരിങ്സ് ആൻഡ് ട്രക്കിയ, എഡീമ ഓഫ് വോക്കൽ കോഡ് എന്നുള്ള റൂബ്രിക് ഉണ്ട്. അതിലൊറ്റ സിംഗിൾ മെഡിസിനേ ഉള്ളൂ, ലാക്ടസിസ് മാത്രമാണ് മെഡിസിൻ, അത് ഹൈ മാർക്കിലാണ് കിടക്കുന്നത്. ദെൻ തൈസിസ് എന്നുള്ള റൂബ്രിക് ഉണ്ട്. തൈസിസ് ലാരിങ്സും ഉണ്ട്, തൈസിസ് ട്രക്കിയ ഉണ്ട്, അത് തൈസിസ് എന്ന് പറഞ്ഞിട്ട് റൂബ്രിക് ഉണ്ട്. അപ്പോൾ ലാരിങ്സ് ആൻഡ് ട്രക്കിയയില് പോളിപ്പ് ഉണ്ട്, നൊഡ്യൂൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഈ സപ്പോർട്ട് എന്നുള്ളതിന് ലാരിങ്സ് ആൻഡ് ട്രക്കിയ സപ്പോർട്ട്സ് ദ ലാരിങ്സ് ഓൺ കഫിങ്, ലാരിഞ്ചിസ്മസ് സ്ട്രിഗ്ലസ്. ദെൻ വോയിസ് റിലേറ്റഡ് ഉള്ള റൂബ്രിക് ഉണ്ട്, വോക്കൽ കോഡ് റിലേറ്റഡ് ആയിട്ടുള്ള റൂബ്രിക് ഉണ്ട്. എഡിമ ഓഫ് വോക്കൽ കോഡിന് സിംഗിൾ മെഡിസിൻ ആണ്, ലാക്ടസിസ് മാത്രമേ ഉള്ളൂ. പിന്നെ തൈസിസ് എന്നുള്ള റൂബ്രിക് ഉണ്ട്.
ആണ് ലാരിങ്സ് ആൻഡ് ട്രക്കിയ. ലാരിങ്സ് റിലേറ്റഡ് ആയിട്ട്, ട്രക്കിയ റിലേറ്റഡ് ആയിട്ട്, ത്രോട്ട് പിറ്റ്, എപ്പിഗ്ലോട്ടിസ് റിലേറ്റഡ് ആയിട്ട്, വോക്കൽ കോഡ് റിലേറ്റഡ് ആയിട്ട്, ഗ്രൂപ്പ് എന്നുള്ള റൂബ്രിക് ഉണ്ട്. ദെൻ വോയിസ് എന്നുള്ള റൂബ്രിക്കും ഉണ്ട്. വോയിസിലാണ് ഹോസ്നെസ് വരുന്നത് കേട്ടോ. ദെൻ റെസ്പിറേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. റെസ്പിറേഷൻ എന്നുള്ളത് എല്ലാത്തിലും ഉണ്ട് അല്ലേ. റെസ്പിറേഷനിൽ ആസ്മാറ്റിക് എന്നുള്ള റൂബ്രിക് ഉണ്ട്, ഡിഫിക്കൽട്ട് എന്നുള്ള റൂബ്രിക് ഉണ്ട്, സൈയിങ്, സ്നോറിങ് എന്നുള്ളത് റെസ്പിറേഷനിലാണെന്ന് മറക്കരുത്. അത് സ്ലീപ്പിൽ കൊണ്ടുപോയി എഴുതരുത്. റെസ്പിറേഷനിലാണ് സ്നോറിങ് ഉള്ളത്. സോബിങ്, പാൻറ്റിങ്, ഗ്യാസ്പിങ്. ദെൻ ആസ്ഫിക്സിയ ന്യൂ ബോൺ ഇൻഫൻറ്റ്. ആസ്ഫിക്സിയ നിയോനാറ്റോർത്തിന് എടുക്കുന്ന റൂബ്രിക്കാണ് ആസ്ഫിക്സിയ ന്യൂ ബോൺ ഇൻഫൻറ്റ്. ദെൻ ഹോട്ട് ബ്രത്ത് കെൻഡിൽ റെസ്പിറേഷനിലാണ്. ദെൻ ഗ്യാസ്പിങ് എന്നുള്ള റൂബ്രിക്ക് റെസ്പിറേഷനിലും ഒപ്രഷൻ എന്നുള്ള റൂബ്രിക്ക് ചെസ്റ്റിലുമാണ്. അപ്പോൾ ഗ്യാസ്പിങ് റെസ്പിറേഷനിലും ഒപ്രഷൻ ആണെങ്കിൽ അത് ചെസ്റ്റിലുമാണ് കിടക്കുന്നത്. ദെൻ ചെയിൻ സ്റ്റോക്ക് റെസ്പിറേഷൻ എടുക്കുന്ന റൂബ്രിക്ക് റെസ്പിറേഷൻ ഇറഗുലർ, സ്ലോ അറ്റ് വൺ ടൈം ആൻഡ് ഹറീഡ് അറ്റ് അനദർ ടൈം. സ്ലോ അറ്റ് വൺ ടൈം ആൻഡ് ഹറീഡ് അറ്റ് വൺ ടൈം, അതാണ് നമ്മൾ ചെയിൻ സ്റ്റോക്ക് റെസ്പിറേഷൻ എടുക്കുന്ന റൂബ്രിക്ക്. ദെൻ റെസ്പിറേഷൻ സ്നോറിങ് ഇമ്പോർട്ടൻ്റ് ആണ്. കോമ ആണെങ്കിൽ സ്ലീപ്പ് കൊമറ്റോസ് എന്നാണ്. സ്നോറിങ് റെസ്പിറേഷനിലും കൊമറ്റോസ് വരുന്നത് സ്ലീപ്പിലുമാണ് കേട്ടോ. റെസ്പിറേഷനിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ളത് ആസ്മാറ്റിക്, ഡിഫിക്കൽട്ട്, സൈൻ, അതിൻ്റെയൊക്കെ കുറേ സബ് റൂബ്രിക് ഉണ്ട്. അതുപോലെ ഹോട്ട് ബ്രത്ത് ശ്രദ്ധിക്കുക, അതുപോലെ ചെയിൻ സ്റ്റോക്ക് റെസ്പിറേഷനുള്ള റൂബ്രിക്ക് ശ്രദ്ധിക്കുക. പിന്നെ സ്നോറിങ് ഉള്ളത് റെസ്പിറേഷനിലാണ്, കൊമറ്റോസ് എന്നുള്ളത് സ്ലീപ്പിലാണ്. പിന്നെ ആസ്ഫിക്സിയ നിയോനാറ്റോറത്തിൻ്റെ റൂബ്രിക്കും ശ്രദ്ധിക്കുക, ആസ്ഫിക്സിയ ന്യൂ ബോൺ ഇൻഫൻറ്റ്. ദെൻ കഫിൽ നമ്മളെപ്പോഴും പറയുന്നതാണല്ലേ ബിഗ്ഗസ്റ്റ് റൂബ്രിക്കും സെക്കൻഡ് ബിഗ്ഗസ്റ്റ് റൂബ്രിക്കും. ആ റൂബ്രിക്ക് പഠിക്കാൻ പറ്റുന്നവർ, നമുക്ക് പണ്ട് പഠിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല, പഠിക്കാൻ പറ്റുന്നവർ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചോളൂ. അല്ലെങ്കിൽ അതിൻ്റെ മെഡിസിൻ ഓർത്ത് വെക്കുക കേട്ടോ. ഏതാണ്? കഫ് ലൈൻ ഫേസ് ആണ് റൂബ്രിക്. ഓർമ്മയുണ്ടോ? കഫ് ലൈൻ ഫേസ്, ഗ്രേറ്റ് റാറ്റ്ലിംഗ് ഓഫ് മ്യൂക്കസ് which appears to be low down in chest, while cough does not seem to reach there but only to throat pit. Consequently, hard cough does not reach phlegm unless he lie on his face, when he brings up a greenish yellow or pale greenish yellow gelatinous mucus without taste. ഇത്രയാണ് റൂബ്രിക്ക്. അത് മെഡോറിനാണ് അതിൻ്റെ മെഡിസിൻ. അതിൻ്റെ മെഡിസിൻ എന്താണ്? മെഡോറിനം. എന്നിട്ട് നമുക്ക് സെക്കൻഡ് ആയിട്ടുള്ള റൂബ്രിക് എന്ന് പറഞ്ഞാൽ ക്രൂപ്പി അല്ലേ. കഫ് ക്രൂപ്പി വിത്ത് സോപ്പർ, സ്റ്റർട്ടണസ് ബ്രീത്തിങ് ആൻഡ് വീസിങ്, വിത്ത് ഓപ്പൺ മൗത്ത് ആൻഡ് ഹെഡ് ത്രോൺ ബാക്ക്. ദ ചൈൽഡ് സ്റ്റാർട്ട്സ് അപ്പ് ആൻഡ് കിക്സ് അബൌട്ട്, ഈസ് ഓൺ പോയിന്റ് ഓഫ് സഫക്കേറ്റിംഗ്, ടേൺസ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ ഇൻ ഫേസ്, after which cough with rattling breathing sets in again. Suffocation and paralysis of lungs appear unavoidable. അതിൻ്റെ മെഡിസിനാണ് സാംബുക്കസ്. അപ്പോൾ അത്രയൊക്കെ നമ്മൾ പഠിക്കില്ലെങ്കിലും കഫ് ലൈയിങ് ആണ് ലാർജസ്റ്റ് റൂബ്രിക് എന്ന് ആലോചിക്കാം. കഫ് ക്രൂപ്പി സെക്കൻഡ് ലാർജസ്റ്റ്. അതിൽ ലൈയിങ്ങിൻ്റെ മെഡിസിൻ മെഡോറിനം, ക്രൂപ്പിയുടെ മെഡിസിൻ സാംബുക്കസ്. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ കെൻഡ്രപ്പട്ടി എല്ലാം ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്. അതിൽ ചില ഇതിലൊക്കെ നമുക്ക് ഒരു എക്സെപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു എക്സെപ്ഷനാണ് ചാപ്റ്റേഴ്സ് സ്റ്റാർട്ടിങ് വിത്ത് ഡേ ടൈം മൊഡാലിറ്റി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഡേ ടൈം എന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ചാപ്റ്റേഴ്സാണ് എക്സ്പെക്ട്രേഷൻ, കഫും ജനറാലിറ്റീസും. അതിലൊരു കഫാണ് ഒന്ന് എക്സ്പെക്ട്രേഷൻ, ജനറാലിറ്റീസ്. ദെൻ ഡ്രൈ ക്രോണിക് ഡ്രൈ കഫ് ഇൻ പൈനിങ് ബോയ്സ്, ലൈക്കോപോഡിയാണ്. ദെൻ ഫ്ലാറ്റസ് പാസിംഗ് അമ്യൂറേഷൻ, സാങ്ക്വിനേറിയ. Then cough after chicken pox അല്ലേ, ചിക്കൻ പോക്സ് ആഫ്റ്റർ ആൻറ്റിക്രൂഡ് ആണ്. ദെൻ കഫ് വൂപ്പിംഗ് കഫിനുള്ള മെഡിസിൻ റൂബ്രിക് ആണ് കഫ് വൂപ്പിംഗ്. ഈ കഫ് ചാപ്റ്റർ കഴിഞ്ഞിട്ട് നമുക്ക് അതുപോലെ കഫിൽ ഒരുപാട് റൂബ്രിക് ഉണ്ട്. കഫ് ഫീവർ ഡ്യൂറിങ് അല്ലെങ്കിൽ അതൊക്കെ വലിയ റൂബ്രിക്കാണ്. ദെൻ കഫ് ഫോഗ് അഗ്രവേഷൻ, ഇപ്പോൾ ഈ മഞ്ഞുകാലാണല്ലോ, മഞ്ഞ് വരുമ്പോൾ മഞ്ഞ് അഗ്രവേഷൻ എന്നത് സെപ്പിയാണ് മെഡിസിൻ, കഫ് ഫോഗ് അഗ്രവേഷൻ. കഫ് ഹോസ്, അതുപോലെ തന്നെ വേറെ റൂബ്രിക് ഉണ്ട് ഐസ്ക്രീം അറ്റ് ഫസ്റ്റ് അമ്യൂറേഷൻ ദെൻ അഗ്രവേഷൻ. ഐസ്ക്രീം എന്നാണ് അവിടെ റൂബ്രിക്. കഫിൽ റൂബ്രിക് ഐസ്ക്രീം ആണ്. അതിൻ്റെ കൂടെ ഐസ്ക്രീം അറ്റ് ഫസ്റ്റ് അമ്യൂറേഷൻ ദെൻ അഗ്രവേഷൻ. ആദ്യം കഴിക്കുമ്പോൾ ഒരു അമ്യൂറേഷൻ ഉണ്ടാവും, പക്ഷെ പിന്നെ അഗ്രവേറ്റ് ചെയ്യും. അതിനൊറ്റ മെഡിസിനേ ഉള്ളൂ, ആർസ് എച്ച് ആണ്, ഹൈഡ്രോജനിസേറ്റം അങ്ങനെ ആയിരിക്കും, എച്ച് ആണ് ഹൈഡ്രോജനിസേറ്റം. അപ്പോൾ ആസ് എച്ച് എന്ന് പറഞ്ഞ മെഡിസിനാണ്.
ഐസ്ക്രീം അറ്റ് ഫസ്റ്റ് അമിലറേഷൻ ദെൻ അഗ്രവേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ കഫിൽ സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. സ്ട്രേഞ്ചേഴ്സ്, ചൈൽഡ് കഫ്സ് അറ്റ് സൈറ്റ് ഓഫ് സ്ട്രേഞ്ചേഴ്സ്, ചൈൽഡ് കഫ്സ് അറ്റ് സൈറ്റ് ഓഫ് സ്ട്രേഞ്ചേഴ്സ് അങ്ങനെ പറഞ്ഞ റൂബ്രിക് ഉണ്ട് കേട്ടോ. പിന്നെ കഫ് ബിഗ്ഗസ്റ്റ് റൂബ്രിക്കും സെക്കൻഡ് ബിഗ്ഗസ്റ്റ് റൂബ്രിക്കും അതിൻ്റെ മെഡിസിൻ ആലോചിക്കാം. കഫ് ഓഫ് ദി ചിക്കൻ ബോസ് ആൻഡ് ഇൻക്ലൂഡ് കഫ് വൂപ്പിംഗ്, അതാണ് നമ്മുടെ വൂപ്പിംഗ് കഫിന് എടുക്കുന്ന റൂബ്രിക്. ദെൻ കംസ് ദി ചാപ്റ്റർ എക്സ്പെക്ട്രേഷൻ. എക്സ്പെക്ട്രേഷനിൽ കാര്യമായിട്ടൊന്നുമില്ല, നമ്മൾ എക്സ്പെക്ട്രേഷൻ്റെ ഓരോ നേച്ചറുകളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. എക്സ്പെക്ട്രേഷൻ ബ്ലഡി, എക്സ്പെക്ട്രേഷൻ സ്ലൈമി, ബ്ലാക്കിഷ്, ബോൾസ് ലൈക്ക്, ബാറ്റർ, ഡിഫിക്കൽട്ട്, ഡാർക്ക്, കംപ്ലി, ക്രീം ലൈക്ക്, കോപ്പിയസ്, മിൽക്കി, മ്യൂക്കസ്, ഹാർഡ്, ഹോക്കഡ്. അങ്ങനെ എക്സ്പെക്ട്രേഷൻ്റെ കുറേ നേച്ചറുകളാണ് എക്സ്പെക്ട്രേഷനിൽ പറഞ്ഞിട്ടുള്ളത്. ട്രാൻസ്പാരൻറ്റ്, ട്യൂബർക്കിൾസ്, വിസിഡ്, വാട്ടറി, വൈറ്റ്, യെല്ലോ, അങ്ങനെ ഉണ്ട്. എക്സ്പെക്ട്രേഷൻ്റെ കുറേ നേച്ചറുകളാണ് എക്സ്പെക്ട്രേഷൻ എന്നുള്ള ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്.